അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം മുതൽ 45 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് ആ ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. കോന സേവേത വിദ്വാൻ വൈ താം ശക്തിം പരമാത്മികാം സുദർശനേന സാ ജ്ഞാത ദേവീ സർവാർത്ഥദാ ശിവ. ബ്രഹ്മൈവ സാദിദുഷ്പ്രാപ വിദ്യാവിദ്യസ്വരൂപിണീ യോഗഗമ്യാ പരാശക്തിർ മുമുക്ഷൂണാം ച വല്ലഭ. പരമാത്മസ്വരൂപം കോ വേത്തുമർഹതി താം വിനാ യാ സൃഷ്ടിം ത്രിവിധാം കൃത്വാ ദർശയത്യഖിലാത്മനെ. സുദർശനസ്തു താം ദേവീം മനസാ പരിചിന്തയൻ രാജ്യലാഭാത് പരം പ്രാപ്യ സുഖം വൈ കാനനേ സ്ഥിത. സാപി ചന്ദ്രകലാത്യർത്ഥം കാമബാണപ്രപീഡിത. നാനോപചാരൈരനിശം ദധാര ദുഃഖിതം വപു. താവത്തസ്യാഃ പിതാ ജ്ഞാത്വാ കന്യാം പുത്രവരാർദ്ധിനീം സുബാഹു കാരയാമാസ സ്വയംവരമതന്ത്രിത.
സ്വയംവരസ്തു ത്രിവിധോ വിദ്വദ്ഭി പരികീർത്തിത രാജ്ഞാം വിവാഹയോഗ്യോ വൈ നാന്യേഷാം കഥിത കില ഇച്ഛാ സ്വയംവരശ്ചൈകോ ദ്വിതീയശ്ച പണാഭിധ യഥാ രാമേണ ഭഗ്നം വൈ ത്രയംബകസ്യ ശരാസനം തൃതീയ ശൗര്യശുൽക്കശ്ച ശൂരാണാം പരികീർത്തിത ഇച്ഛാ സ്വയംവരം തത്ര ചകാര നൃപസത്തമ ശില്പിഭിഃ കാരിതാ മഞ്ജാ ശുഭൈരാസ്തരണൈർയുതാ തതശ്ച വിവിധാകാരാ സുക്ലപ്താ സഭ്യമണ്ഡപാ ഏവം കൃതേതി സംഭാരേ വിവാഹാർത്ഥം സുവിസ്തരേ സഖീം ശശികലാ പ്രാഹ ദുഃഖിതാ ചാരുലോചനാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം മുതൽ 45 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമേശ്വരി ശക്തിയെ വിദ്വാനായ ഏതൊരുവൻ പരിചര്യ ചെയ്യുന്നില്ല സുദർശനനു. പരമമാം സർവാർത്ഥവും നൽകുവാൻ സമർത്ഥദേവി എന്നുള്ളതാം സത്യത്തെ അറിഞ്ഞു ഭാഗ്യമായി. വിദ്യാവിദ്യസ്വരൂപിണി ജഗദംബ പരബ്രഹ്മം സുഗമയല്ല മുമുക്ഷുക്കൾക്കു പ്രാപ്യതാൻ. ദേവി കൃപയില്ലാതാർക്കും ദേവിയെ അറിയാനാകാം. ത്രിവിധമാം സൃഷ്ടി ചെയ്തു കാട്ടിക്കൊടുപ്പൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുദർശനൻ ദേവി ചിന്തയോടെ വനത്തിലായി പാർത്തു. രാജ്യലാഭത്തെക്കാളേറെ സുഖം വരിച്ചു. കാമപീഡിതയായുള്ള ശശികല ദുഃഖാർദ്രയായി ഉപചാരങ്ങളെ ചെയ്തു കഴിച്ചു കാലം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശശികലയുടെ അച്ഛൻ സുബാഹുവോ മകൾക്കായി ശരിയായ സ്വയംവരത്തിനായി ഒരുങ്ങി. സ്വയംവരം 3 വിധം
രാജാക്കന്മാർക്കാണതെന്നും അന്യർക്കതു പാടില്ലെന്നും വിധിയുണ്ടല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കന്യക ഇഷ്ടമുള്ളോനെ വെട്ടിടുന്നു ഒന്നാമതായി, രണ്ടാമത്തതിന്നു പേരു പണമെന്നല്ലോ. ത്രംബകമാം വില്ലൊടിച്ചു ദാശരഥി രാമചന്ദ്രൻ, സീതയെ വേട്ടതൂമിതേ വിധത്തിലല്ലോ. മൂന്നാമത്തെ ശൗര്യശുൽക്കം ശൂരന്മാർക്കു വിധിച്ചത്, ഇച്ഛാസ്വയംവരം സുബാഹുവും ഒരുക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശില്പികളാൽ മഞ്ചങ്ങളെ തയ്യാറാക്കിയതുപോലെ വടിവുള്ള മണ്ഡപങ്ങൾ ഭംഗ്യാ നിർമ്മിച്ചു. വിവാഹത്തിനൊരുക്കങ്ങൾ പൂർത്തിയായി ശശികല വിവശയായി സഖിയോടു ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 35 ശ്ലോകം മുതൽ 45 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടി സമർപ്പിച്ചത്. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ആരംഭിച്ചിട്ട് ഇന്ന് 258 ദിവസം. 35 ശ്ലോകത്തിൽ പറയുന്നു, സകലരും ദേവിയെ ഉപാസിക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ, വായു, അഗ്നി, കുബേരൻ, ത്വഷ്ടാവ്, പൂഷാവ്, അശ്വനീദേവന്മാർ, ഭഗൻ, ആദിത്യൻ, അഷ്ടവസുക്കൾ, ഏകാദശരുദ്രന്മാർ, വിശ്വേദേവകൾ, മരുദ്ഗണങ്ങൾ തുടങ്ങിയവരൊക്കെ തന്നെ സൃഷ്ടിസ്ഥിത്യന്തകാരിണ്യം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിനൊക്കെ കാരണഭൂതയായിരിക്കുന്ന അമ്മയെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കോന സേവേത വിദ്വാൻ വൈ
താം ശക്തിം പരമാത്മികാം, പരമാത്മസ്വരൂപിണിയായിരിക്കുന്ന ആ ശക്തിയെ വിദ്വാനായ ആരാണ്, കോന സേവേത, ആരാണ് സേവിക്കാത്തത് എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരൊക്കെ ആ ഭഗവതിയെ സേവിക്കുന്നവരാണെന്ന് ചുരുക്കം. അത് സുദർശനൻ അറിഞ്ഞിരുന്നു. ആ ദേവി സർവാർത്ഥങ്ങളും നൽകാൻ സമർത്ഥയാണ്, മംഗളസ്വരൂപിണിയാണ്. സുദർശനേന സാജ്ഞാത ദേവി സർവാർത്ഥദാ ശിവ, സർവാർത്ഥങ്ങളും നൽകുന്നവളും മംഗളമൂർത്തിയും ശിവയുമാണ് ദേവി എന്ന് സുദർശനൻ അറിഞ്ഞിരുന്നു. ബ്രഹ്മൈവ സാധിദുഷ്പ്രാപ വിദ്യാവിദ്യാസ്വരൂപിണി യോഗഗമ്യ പരാശക്തിർ മുമുക്ഷൂണാം ച വല്ലഭ. വിദ്യാസ്വരൂപിണിയായി അവിദ്യാസ്വരൂപിണിയായി രണ്ടും ഭഗവതി തന്നെയാണ്. അങ്ങനെയുള്ള ആ ജഗദംബിക സാക്ഷാൽ പരബ്രഹ്മമാണ്. സുഗമമായി പ്രാപിക്കാമെന്നുള്ളതല്ല, അതി ദുർഘടമാണ് ദേവിയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത്. മുമുക്ഷുക്കൾക്ക് മാത്രം, അവർക്കൊക്കെ പ്രിയപ്പെട്ട ആ പരാശക്തി യോഗമാർഗത്തിലൂടെ പ്രാപിക്കാവുന്നവളുമാണ്. പിന്നെയോ പരമാത്മാ സ്വരൂപം കോ വേത്തുമർഹതി താം വിനാ യാ സൃഷ്ടിം ത്രിവിധാം കൃത്വാ ദർശയത്യഖിലാത്മനെ. ദേവിയുടെ കൃപയില്ലാതെ ആ പരമാത്മസ്വരൂപത്തെ ആർക്കും അറിയാൻ സാധിക്കില്ല. കോവേത്തും അർഹതി താം വിനാ, ആ ഭഗവതിയുടെ അനുഗ്രഹമില്ലാതെ ഭഗവതിയെ അറിയാൻ സാധിക്കില്ല. ആ ഭഗവതിയാണ് ത്രിവിധങ്ങളായിട്ടുള്ള സൃഷ്ടികളും നടത്തി പരമാത്മാവിന് കാട്ടിക്കൊടുക്കുന്നത്. യാ സൃഷ്ടിം ത്രിവിധാം കൃത്വ, എന്നിട്ടോ ദർശയിത് അഖിലാത്മനെ, ആ പരമാത്മാവിന് കാണിച്ചു കൊടുക്കുന്നു. സുദർശനസ്തു താം ദേവീം മനസാ പരിചിന്തയൻ, സുദർശനൻ ആ ദേവിയെ മനസാ ചിന്തിച്ചുകൊണ്ട് വനത്തിൽ കഴിഞ്ഞു. അങ്ങനെ രാജ്യലാഭാൽ പരം പ്രാപ്യ സുഖം വൈ കാനനെ സ്ഥിത, രാജ്യത്തുനിന്ന് പോയി. രാജ്യലക്ഷ്മിയേക്കാൾ വളരെ വിശേഷമാണ് ഈ ഭഗവതിയുടെ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് രാജ്യം ലഭിച്ചാലുള്ളതിനേക്കാൾ സന്തോഷം, സുഖം ഈ വനത്തിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിന് ലഭിച്ചിരുന്നു എന്നാണ്. മനസ്സിൻ്റെ സന്തോഷമാണ് എന്നും സന്തോഷം, അല്ലേ? എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, എവിടെ താമസിച്ചാലും മനസ്സ് സുഖമാണെങ്കിൽ വപുസ്സിനും ആ സുഖം അനുഭവപ്പെടും. മനസ്സ് തളരുമ്പോഴാണ്, മനസ്സ് തകരുമ്പോഴാണ് നമുക്ക് ആ വപുസ്സിനും ദോഷം സംഭവിക്കുക. എന്നിട്ട് പറഞ്ഞു, സാപി ചന്ദ്രകലാത്യർത്ഥം കാമബാണ പ്രപീഡിത നാനോപചാരൈരനിശം ദധാര ദുഃഖിതം വപു. അത്യധികം കാമബാണ പ്രപീഡിതയായ ചന്ദ്രകല, ചന്ദ്രകല എന്ന് പറഞ്ഞാൽ ശശികല തന്നെ, അല്ലേ? ചന്ദ്രൻ എന്ന് വെച്ചാൽ ശശിയാണ്. ശശികല എന്നുള്ളതിനാണ് ഇവിടെ ചന്ദ്രകല എന്ന് ഉദ്ദേശിച്ചത്. ആ ശശികല ദുഃഖിതയായി തൻ്റെ നാനോപചാരൈരനിശം ദധാര ദുഃഖിതം വപു, ശരീരത്തെ രാവും പകലും അഹോരാത്രം പലതരത്തിലുള്ള ഉപചാരങ്ങൾ ചെയ്ത് ഒരു വിധത്തിൽ നിലനിർത്തി. അത്രയേ പറ്റുള്ളൂ. കാരണം മനസ്സ് ആരിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു? സുദർശനനിലേക്ക്. ആ കാമബാണ ശരങ്ങളെ കൊണ്ട് വല്ലാതെ വിഷമിക്കുകയാണ്, ദുഃഖനിമഗ്നയാണ് ഈ ശശികല. താവത്തസ്യാ പിതാജ്ഞാത്വ കന്യാം പുത്രവരാർത്ഥിനിയും, തൻ്റെ മകൾ വിവാഹാർത്ഥിനിയായിരിക്കണു, വിവാഹം അവൾക്ക് ചെയ്യേണ്ടുന്ന സമയമായി എന്നറിഞ്ഞ ശശികലയുടെ പിതാവ്, താവത് തസ്യാ പിതാ, അവളുടെ പിതാവ് ഇത് മനസ്സിലാക്കിയിട്ട്, സുബാഹു, ആരാണ് ശശികലയുടെ അച്ഛൻ? സുബാഹു ആണ്. ആ സുബാഹു കാരയാമാസ സ്വയംവരമതന്ത്രിത, ഒട്ടും മടിയില്ലാതെ ആ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ തുടങ്ങി എന്ന് പറയുന്നു. സ്വയംവരസ്തു ത്രിവിധോ, സ്വയംവരം ഏതൊക്കെ തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട് എന്നാണ്. വിദ്വദ്ഭി പരികീർത്തിത, വിദ്വാൻമാർ സ്വയംവരം 3 തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് ഇച്ഛാസ്വയംവരമാണ്. ഈ തരത്തിലുള്ള 3 സ്വയംവരങ്ങളും രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. രാജ്ഞാം വിവാഹയോഗ്യോ വൈ നാന്യേഷാം കഥിതക്കില, മറ്റ് ആർക്കും അത് പാടില്ല എന്നാണ് ഇവിടെ വിധിമതം. അപ്പം ഇത്തരത്തിൽ ഏതൊക്കെയാണ്
ഇച്ഛാസ്വയംവരശ്ചൈകോ. ഒന്നാമത്തേത് അത് ഇച്ഛാസ്വയംവരം, കന്യകയ്ക്ക് ഇഷ്ടമുള്ള ആളെ സ്വയം വരിക്കുക, അല്ലെ? സ്വയംവരം എന്ന് പറഞ്ഞാൽ സ്വയം വരിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാവുന്ന തരത്തിലുള്ള വിവാഹത്തിനാണ് ഇച്ഛാസ്വയംവരം എന്ന് പറയാം. പിന്നെ ദ്വിതീയശ്ച പണാഭിധ, രണ്ടാമത്തേന് പണം എന്നാണ് പേര്. യഥാ രാമേണ ഭഗ്നം വൈ ത്രംബകസ്യ ശരാസനം, രണ്ടാമത്തേത് പണം എന്നു പേരുള്ള വിവാഹമാണ്. ഇവിടെ നിബന്ധനയോടുകൂടിയ സ്വയംവരമാണിത്. ത്രംബകം എന്ന വില്ല് ഭഞ്ജിച്ച് രാമൻ സീതയെ വേട്ടത് ഈ വിധി അനുസരിച്ചാണെന്നാണ്. ത്രംബകസ്യ ശരാസനം, ആ ശരമിരിക്കുന്ന ഇടം, അതാണ് വില്ല്. ഇതുകൊണ്ടാണ് ശരാസനം എന്ന് വില്ലിന് പേര്. അപ്പോൾ വില്ല് ഒടിച്ച് രാമൻ സീതയെ സ്വന്തമാക്കിയത് പണം എന്നുള്ള സ്വയംവരത്തിൽ പെടുന്നു. മൂന്നാമത്തേതോ തൃതീയ ശൗര്യശുൽക്കശ്ച, ശൂരാണാം പരികീർത്തിത. മൂന്നാമത്തേതിന് ശൗര്യശുൽക്കം എന്ന് പറയുന്നു. ശൂരന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ് ഈ സ്വയംവരം. നൃപോത്തമനായ സുബാഹു ഇച്ഛാസ്വയംവരം, തൻ്റെ മകൾക്ക് ഇച്ഛയുള്ള ആളെ, ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ഛാസ്വയംവരം തത്ര ചകാര നൃപസത്തമ. അങ്ങനെ സ്വയംവരത്തിലുള്ള ഒരുക്കങ്ങളാവുകയാണ് പിന്നീട്. ശില്പിഭി കാരിതാ മഞ്ച, ശില്പികളെ കൊണ്ട് മഞ്ചങ്ങളൊക്കെ നല്ല ശുഭൈരാസ്തരണൈർ യുത, അവിടെ നല്ല വിരിപ്പുകളൊക്കെയുള്ള നല്ല മഞ്ചങ്ങളൊക്കെ ഉണ്ടാക്കിച്ചു. പിന്നെയോ തതശ്ച വിവിധാകാര സുക്ലിപ്ത സഭ്യമണ്ഡപ, വിവിധ ആകൃതിയിൽ വൃത്തത്തിലും ചതുരത്തിലും ദീർഘചതുരത്തിലൊക്കെ ആയിട്ട് നല്ല മനോഹരമായ വട്ടിവുള്ള മണ്ഡപങ്ങളൊക്കെ നിർമ്മിച്ചു. ഏവം കൃതേ അതിസംഭാരേ, ഇങ്ങനെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ വിവാഹാർത്ഥം സുവിസ്തരെ, വിസ്തരിച്ച് ചെയ്തു. ഈ സമയത്ത് സഖീം ശശികലാ പ്രാഹ, ശശികല സഖീം പ്രാഹ, ശശികല തൻ്റെ തോഴിയെ വിളിച്ചു. ദുഃഖിത ചാരുലോചന, സുന്ദരിയായ ആ പെൺകുട്ടി വളരെ ദുഃഖത്തോടെ മനം നൊന്ത് തൻ്റെ കൂട്ടുകാരിയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന 45-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.